പി ബ്ലോക്ക് ചാപ്റ്ററിൻ്റെ 9ാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ കാർബണിൻ്റെ ജനറൽ ആയിട്ടുള്ള യൂസുകളും അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് എന്നീ പറയുന്ന കാർബണിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ പെട്ട രണ്ട് പേരെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് പാർട്ടിൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അതിൽ നമ്മൾ സിലിക്കണിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂസസ് ഓഫ് കാർബൺ. ഇവിടെ നമ്മൾ ഓരോ കാർബൺ നമ്മൾ മുമ്പ് പറഞ്ഞ കോമ്പൗണ്ടുകളിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളും ഉൾപ്പെടുത്തുന്നുണ്ട്, അതേപോലെ അല്ലാത്ത കുറച്ച് പോയിന്റ്സും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഡയമണ്ട് ഒരു കാർബണിൻ്റെ യൂസ് പെട്ട ഒന്നാണല്ലോ അല്ലേ. ഇറ്റ് ഈസ് എ പ്രഷ്യസ് സ്റ്റോൺ യൂസ്ഡ് ഇൻ ജ്വല്ലറി. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് നമ്മുടെ ഡയമണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ഡയമണ്ടിനെ നമ്മൾ മെഷർ ചെയ്യാറുള്ളത് അത് ക്യാരറ്റിലാണ് മെഷർ ചെയ്യുക. അതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം, ഒരു ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 മില്ലിഗ്രാം എന്നാണ്. ഇപ്പം നമ്മൾ ഗോൾഡിൻ്റെ കേസിൽ നമ്മൾ പവൻ എന്ന് പറയാറുണ്ട് അല്ലേ. ഒരു പവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് 8 ഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 മില്ലിഗ്രാമാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രാഫൈറ്റ് ആണ്. സെക്കൻഡ് വൺ ഗ്രാഫൈറ്റ് ആണ്. These days used as electrodes in batteries and also in industrial electrolysis. ബാറ്ററീസിലും അതേപോലെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇലക്ട്രോഡുകളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിക്ചർ ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അതാ ഗ്രാഫൈറ്റിൻ്റെ കാഥോഡ്, അതേപോലെ ഗ്രാഫൈറ്റിൻ്റെ ആനോഡ്. അതെന്താണ്? ഇലക്ട്രോഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോളിസിസ് റിയാക്ഷൻസിൽ നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്? ഗ്രാഫൈറ്റിൻ്റെ ഇലക്ട്രോഡ്സിനെ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ബാറ്ററീസിലും യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ക്രൂസിബിൾസ് ഇൻ ലാബറട്ടറി. ലാബറട്ടറിയിൽ നമ്മൾ ക്രൂസിബിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഗ്രാഫൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. ആസ് ദേ ആർ, അത് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം ആസ് ദേ ആർ ഇനേർട്ട് ടുവേർഡ്സ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. ആസിഡുമായിട്ടും ആൽക്കലിക്കുമായിട്ടും അല്ലെങ്കിൽ ആസിഡുമായിട്ടും ബേസുമായിട്ടൊന്നും ഇവർ ഇനേർട്ടാണ്, റിയാക്ട് ചെയ്യത്തില്ല എന്നുള്ള കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്രൂസിബിൾസ്, ഇതാണ് ക്രൂസിബിൾ. ഓക്കെ, അപ്പോൾ ക്രൂസിബിൾസ് ആയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്? നമ്മുടെ ഗ്രാഫൈറ്റിനെ യൂസ് ചെയ്യാറുണ്ട്, അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ചാർക്കോൾ. ചാർക്കോൾ നമ്മൾ കണ്ടിരുന്നു അല്ലേ, പിക്ചർ കണ്ടിരുന്നു ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തിയ സമയത്ത് അല്ലേ, അലോട്രോപ്സിൻ്റെ ഒക്കെ. അപ്പോൾ അവിടെ ആനിമൽ ചാർക്കോൾ കണ്ടിരുന്നു, നോർമൽ അതേപോലെ തന്നെ ചാർക്കോൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ചാർക്കോൾ എന്തിനാണ് ഉപയോഗപ്പെടുത്താനുള്ളത്? ആക്ടിവേറ്റഡ് ചാർക്കോൾ ഈസ് യൂസ്ഡ് ആസ് എ ഗുഡ് അഡ്സോർബൻറ്റ് ഫോർ അഡ്സോർബിങ് പോയിസണസ് ഗ്യാസസ് ആൻഡ് റിമൂവിങ് കളർ ഇമ്പ്യൂരിറ്റീസ് ഫ്രം വാട്ടർ. അപ്പോൾ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകളെ അതിൽ നിന്ന് നമുക്ക് പോയിസണൈസ്ഡ് ആയിട്ടുള്ള ആരാണോ അയാളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ വാട്ടറിലൊക്കെ എന്തെങ്കിലും കളറിങ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോളിനെ യൂസ് ചെയ്യും. ഇപ്പോൾ ഇത് ഒരു കളറിങ് സബ്സ്റ്റൻസ് ഒക്കെ ഉള്ള ഒരു വാട്ടറാണെന്ന് കരുതുക. ഓക്കെ, പക്ഷേ ഇമ്പ്യൂരിറ്റീസ് ഈ വാട്ടറിലും ഉണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ ഇമ്പ്യൂരിറ്റി അടങ്ങിയിട്ടുള്ള വാട്ടർ മൂവ് ചെയ്യുന്ന പാത്ത് വേയിൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ഇടയ്ക്ക് നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ വെച്ച് കൊടുക്കും. ഓക്കെ, ആ സമയത്ത് ഇതിലൂടെ കടന്നു പോകുന്ന വാട്ടർ എന്ത് ചെയ്യും? ഇവിടുന്ന് ഈ ഭാഗത്ത് ആ ഇമ്പ്യൂരിറ്റീസ് അഡ്സോർബ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ പറ്റി പിടിക്കും. സോ നമുക്ക് പുറത്തു പോകുന്ന വാട്ടർ എന്തായിരിക്കും? കളർലെസ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തത് കാർബൺ ബ്ലാക്ക്. കാർബൺ ബ്ലാക്ക്. ഓക്കെ, ഈ കാർബൺ ബ്ലാക്ക് എന്തിനാ യൂസ് ചെയ്യാം? ബ്ലാക്ക് ഇങ്ക് അതേപോലെ പിഗ്മെൻറ്റ്സ് ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോക്ക് ഇസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ആൻഡ് ആക്ട്സ് ആസ് എ റിഡ്യൂസിങ് ഏജന്റ് ഇൻ മെറ്റലർജി. കോക്ക് വെച്ചാൽ കാർബൺ തന്നെ, കരി കേട്ടോ. ഇസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ, അതൊരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പണ്ടത്തെ തീവണ്ടിയിൽ അതിൽ കൽക്കരി ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ആക്ട്സ് ആസ് എ റിഡ്യൂസിങ് ഏജന്റ് ഇൻ മെറ്റലർജി. മെറ്റലർജിയിൽ ഒരു റിഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ആളാണ്
ഈ കോക്ക് എന്ന് പറയുന്ന ആൾ. നിങ്ങൾക്കത് +2 വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ അയേണിൻ്റെ മെറ്റലർജി പ്രോസസ്സിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് കാർബണിനെ. ഓക്കെ, നെക്സ്റ്റ് സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ. കാർബണിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കാൻ പോവാം. അതിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്ന ആളുകൾ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, കാർബൺ സബോക്സൈഡ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, ഇവിടെ നമുക്കത് പഠിക്കാനില്ല. ഓക്കെ, C3O2 എന്നതാണ് എൻ്റെ ഫോർമുല. കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ CO, ഇത് CO2, ഇതാണെങ്കിൽ C3O2. നിങ്ങൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ബേസ്ഡ് ഓൺ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ച് നിങ്ങൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് NCERT ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് കോമ്പൗണ്ട് നമ്മുടെ കാർബൺ മോണോക്സൈഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ഓക്സിഡേഷൻ ഓഫ് കാർബൺ ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഓഫ് എയർ yields കാർബൺ മോണോക്സൈഡ്. അപ്പോൾ നമ്മൾ നേരിട്ട് കാർബണിനെ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ഷൻ നടത്തിക്കുന്നു, അല്ലേ? അത് ലിമിറ്റഡ് എമൗണ്ട് ഓക്സിജൻ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കാർബൺ മോണോക്സൈഡ് കിട്ടും. ഇനി അത് റിയാക്ഷൻ എന്താ? കാർബൺ പ്ലസ് ½ O2 ഗിവ്സ് കാർബൺ മോണോക്സൈഡ്. ഇനി ലാബോറട്ടറിയിൽ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യാം? ഡീഹൈഡ്രേഷൻ ഓഫ് ഫോമിക് ആസിഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. നമ്മൾ ഫോമിക് ആസിഡ് എടുക്കാം. ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? HCOOH എന്നാണ് അതിൻ്റെ ഫോർമുല. ഓക്കെ, ഫോമിക് ആസിഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. കോൺസെൻട്രേറ്റഡ് H2SO4 അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ സംഭവിക്കും? ഡീഹൈഡ്രേഷൻ സംഭവിക്കും. എന്ന് വെച്ചാൽ അതിന് വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യപ്പെടും. അറ്റ് എത്ര ടെമ്പറേച്ചർ? 373 കെൽവിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോമിക് ആസിഡ് HCOOH. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്തു. അറ്റ് 373 കെൽവിൻ ഞാൻ ചൂട് ആക്കി. ദെൻ അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് OH റിമൂവ് ചെയ്യപ്പെടും, ഇവിടുന്ന് Hഉം റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ അതെന്തായി? OHഉം Hഉം കൂടെ വാട്ടർ ആയിട്ട് പോകും. പിന്നെ ആരാ ബാക്കിയുള്ളത്? ഇവിടെ CO. മനസ്സിലായോ? കാർബൺ മോണോക്സൈഡ് കിട്ടി, പ്ലസ് വാട്ടറും കിട്ടി. കാര്യം മനസ്സിലായോ? ഫോമിക് ആസിഡ്, കാർബൺ മോണോക്സൈഡ്, വാട്ടർ. ഓക്കെ, ഇനി കൊമേഴ്ഷ്യലായിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കാം? അപ്പം ഞാൻ ലാബിൽ എനിക്ക് കുറച്ചൊക്കെ മതി അല്ലേ, പക്ഷേ എനിക്ക് കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലായിട്ട് ഒരുപാട് എമൗണ്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക? അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ പാസേജ് ഓഫ് സ്റ്റീം ഓവർ ഹോട്ട് കോക്ക്. നമ്മൾ ഹോട്ട് നല്ല ചൂടാക്കിയിട്ടുള്ള കാർബൺ, അതാണ് ഹോട്ട് കോക്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. അതിൻ്റെ മുകളിലൂടെ ഞാൻ സ്റ്റീമിനെ, നീരാവിയെ പാസ് ചെയ്യാം. ഓക്കെ, H2O ഗ്യാസ് അല്ലേ, H2O ഗ്യാസ് നമ്മൾ സ്റ്റീം എന്ന് വിളിക്കുക, നീരാവി അല്ലേ. അതിൽ ഞാൻ എന്ത് ചെയ്യും? പാസ് ചെയ്യുന്ന സമയത്ത് എത്ര ടെമ്പറേച്ചറിലാണ്? അറ്റ് 473 to 1273 കെൽവിൻ ടെമ്പറേച്ചറിലാണ് ചൂടാക്കുന്ന സമയത്ത് എന്ത് കിട്ടും? എനിക്ക് കാർബൺ മോണോക്സൈഡ് ഗ്യാസും അതേപോലെ തന്നെ H2 ഗ്യാസും കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ ഗ്യാസിൻ്റെയും മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഇവിടെയും ഈ ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ അത് എൻട്രൻസ് വൈസ് ആയിക്കഴിഞ്ഞാലും പബ്ലിക് എക്സാം ആയിക്കഴിഞ്ഞാലും രണ്ടിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ദ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഇസ് കോൾഡ് വാട്ടർ ഗ്യാസ്. അതൊരു പേരാണ്. മറ്റൊരു പേരെന്താ? സിന്തസിസ് ഗ്യാസ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഒരു പേരുള്ളത് സിൻ ഗ്യാസ് എന്നും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ബ്ലൂ ഗ്യാസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി കമ്പഷൻ ഓഫ് കോക്ക്. കാർബൺ കത്തിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാർബൺ പ്ലസ് O2. O2 എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജൻ. അയാൾ വേണ്ടേ? കത്താൻ സഹായിക്കുന്ന ആളല്ലേ. ദെൻ 4N2 ഗ്യാസ്. കാർബൺ പ്ലസ് O2 പ്ലസ് 4N2 ഗ്യാസ്. അപ്പോൾ നമ്മൾ ഈ കാർബൺ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയത് നേരത്തെ നമ്മൾ സ്റ്റീം അല്ല പറഞ്ഞിരുന്നേ. അതിന് പകരം നമ്മൾ എയർ ആണ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയറിൽ ആരൊക്കെ ഉണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും, നൈട്രജൻ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? നല്ല പോലെ ഹീറ്റ് ചെയ്ത് നമ്മൾ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യും? കാർബൺ മോണോക്സൈഡ് പ്ലസ് നൈട്രജൻ ഫോം ചെയ്യപ്പെടും. മനസ്സിലായോ? അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. എന്താ വിളിക്കുക?
പ്രൊഡ്യൂസർ ഗ്യാസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രോജൻ്റെയും മിക്സ്ചറിനെ വിളിച്ച പേരെന്തായിരുന്നു? അത് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസ് എന്നൊക്കെ ആയിരുന്നു. ഇവിടെ കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും മിക്സ്ചറിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് നമ്മൾ വിളിക്കുക. മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ആള് അത് കളർലെസ് ആണ്, അതേപോലെ ഓർഡർലെസ് ആണ്. കളറില്ല, അതേപോലെ അതിന് സ്മെല്ലില്ല, പക്ഷേ അത് പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. നല്ല പോയ്സണസ് ആണ് കേട്ടോ. കാർബൺ മോണോക്സൈഡ് ഈസ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ എന്ത് ചെയ്യില്ല? സോല്യൂബിൾ ആയിട്ടുള്ള ആളല്ല നമ്മുടെ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ആൾ. Okay, then carbon monoxide burns with a blue flame, hence the name blue gas. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഇങ്ങനെ ഒരു ബ്ലൂ ഫ്ലെയിം ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? അത് ബേൺ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബ്ലൂ ഗ്യാസ് എന്ന് വിളിക്കാനുള്ള കാരണം. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് ആദ്യം പറയുന്നത് റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ് ആണ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ആള് ഇറ്റ്സ് എ പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റ്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ആൾ. ഒന്ന് ഉദാഹരണം നോക്കാം. Fe2O3 എന്നുവെച്ചാൽ ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്ന ആളെ ഞാൻ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അയേൺ കിട്ടും. പ്ലസ് എന്താ കിട്ടുക എനിക്ക്? CO2 എന്ന് വെച്ചാൽ ഈ എഫിൻ്റെ കൂടെയുള്ള ഓക്സിജൻ എന്ത് ചെയ്തു? റിമൂവ് ചെയ്യപ്പെട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? ഇവിടെയുള്ള പവർഫുൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണ് നമ്മുടെ കാർബൺ മോണോക്സൈഡ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഇതിൻ്റെ കൂടെയുള്ള ഓക്സിജനെ റിമൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ അയൺ ഒറ്റയ്ക്കായി. അപ്പോൾ റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് റിഡക്ഷൻ. മനസ്സിലായോ? ഓക്കെ, നമുക്കിതിൻ്റെ ബാലൻസിങ് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. കാർബൺ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, ഈ കാർബൺ മോണോക്സൈഡിൻ്റെ ഒരു റെഡ്യൂസിങ് പ്രോപ്പർട്ടി കാണിക്കുന്ന. ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ZnO പ്ലസ് കാർബൺ മോണോക്സൈഡ് ഗിവ്സ് സിങ്ക് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ സിങ്ക് ഓക്സൈഡുമായിട്ട് കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സിങ്ക് കിട്ടിയിട്ടുണ്ട് ബൈ റിഡക്ഷൻ. ദെൻ കാർബൺ ഡയോക്സൈഡും കിട്ടി. ഇനി പോയ്സണസ് ആയിട്ടുള്ള നേച്ചർ എന്താ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ആൾ പോയ്സണിങ് ആണ്. അയാളെ നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് സ്മെല്ല് ചെയ്യാൻ കഴിയില്ല, കേട്ടറിയാനും കഴിയത്തില്ല. പക്ഷേ നമുക്കതിനെ ഡിറ്റക്ടർ വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അതിനെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു പോയ്സണിങ്ങിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, നമുക്ക് തലവേദന വരും. പിന്നെയോ നോസിയ, നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. അതേപോലെ ഡിസിനസ്, തലകറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ശ്വാസം കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ കൊളാപ്സ് ചെയ്യും. ഓക്കെ, താഴെ വീണു പോവും. ദെൻ ബോധം നഷ്ടപ്പെടും. പിന്നെ അങ്ങ് ഡെത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം കാര്യങ്ങളൊക്കെ. ദെൻ ഹീമോഗ്ലോബിൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പോയ്സണസ് നേച്ചർ കാണിക്കാനുള്ള കാരണം വെച്ചാൽ നമുക്കറിയാം ഹീമോഗ്ലോബിനും ഓക്സിജനും നോർമലി അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ കമ്പൈൻ ചെയ്യപ്പെടുക അല്ലേ. നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, അത് ഹീമോഗ്ലോബിനുമായിട്ട് കൂടി എന്ത് ഫോം ചെയ്യും? ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണ് അവിടെ ഫോം ചെയ്യുക. എന്നാൽ അതേസമയം ഈ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് എങ്കിൽ ആ സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് എന്തായിരിക്കും? അത് കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, എന്താ ഈ കാർബോക്സി ഹീമോഗ്ലോബിനും ഓക്സി ഹീമോഗ്ലോബിനും എന്നുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ ഓക്സി ഹീമോഗ്ലോബിനേക്കാളും 300 മടങ്ങ് സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അവൈലബിൾ എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഹീമോഗ്ലോബിൻ ആരുമായിട്ടാണ് കൂടുതൽ കൂടിച്ചേരുക? കാർബൺ മോണോക്സൈഡുമായിട്ടാണ്. കാരണം കാർബൺ മോണോക്സൈഡുമായിട്ട് ഫോം ചെയ്യുന്ന കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് ഹൈലി സ്റ്റേബിൾ ആണ്. 300 ടൈംസ്, അത്രയും മടങ്ങ് സ്റ്റേബിൾ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ ബോഡി ഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ കാരണം കൊണ്ടാണ് നമുക്കിവിടെ ബ്രെത്ത്ലെസ്നെസ്സും കൊളാപ്സും ഒക്കെ സംഭവിക്കാനുള്ള കാരണം. Okay, this prevents hemoglobin in RBC from carrying oxygen and produces suffocation and finally leads to death. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ ആർ ബി സിയിലുള്ള ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? അത് ഓക്സിജനെ ക്യാരി ചെയ്യുന്നതിന് പകരമായിട്ട് ആരെ പിന്നെ കൊണ്ടുപോവുക? കാർബൺ മോണോക്സൈഡിനെ കൊണ്ടുപോയിട്ട് എന്ത് സംഭവിക്കും? പിന്നെ സഫോക്കേഷനായി ലാസ്റ്റ് ഡെത്ത് സംഭവിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി കാർബൺ മോണോക്സൈഡിൻ്റെ യൂസുകളാണ്. കാർബൺ മോണോക്സൈഡ് അതിൻ്റെ മുകളിൽ ലോൺ പെയർസ് ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ നോക്കൂ,
ലോൺ പെയേഴ്സ് ഉണ്ട് കാർബൺ മോണോക്സൈഡിൻ്റെ മുകളിൽ. Because of the presence of the lone pair on carbon monoxide, it acts as a donor and reacts with certain metals when heated to form metal carbonyls. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡിൻ്റെ മുകളിൽ ലോൺ പെയർ ഉള്ളത് കൊണ്ട് ഇതെന്ത് ചെയ്യും, ഒരു ഡോണറായിട്ട് ആക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഈ ലോൺ പെയറിന് ഇവൻ അങ്ങ് കൊടുക്കും. ആൻഡ് റിയാക്ട് വിത്ത് സർട്ടിൻ മെറ്റൽസ്, മെറ്റൽസുമായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും, മെറ്റൽ കാർബണൈൽസ് ഫോം ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കൂ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെറ്റൽ കാർബണൈലാണ് നിക്കൽ ടെട്രാ കാർബണൈൽ എന്ന് പറയുന്ന ആൾ. നിക്കൽ ഇവിടെ ഒരു മെറ്റലാണ് അല്ലേ, 3D മെറ്റലാണ് നമ്മുടെ അല്ലേ, 3D സീരീസിലെ മെറ്റലാണ് നിക്കൽ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡിലുള്ള ഈ കാർബൺ എന്ത് ചെയ്യും, ഈ നിക്കലിൻ്റെ ഓർബിറ്റലിലേക്ക് അല്ലെങ്കിൽ നിക്കലിലേക്ക് എന്ത് കൊടുക്കും, ലോൺ പെയർസ് കൊടുക്കും. കണ്ട, അപ്പോൾ ഇതാ ഈ 4 എണ്ണവും കൊടുത്തു, 4 CO നിക്കലിന് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്തു. പക്ഷേ ഇതൊരു കോർഡിനേഷൻ കോംപ്ലക്സിൽ നമുക്ക് പഠിക്കാനുള്ള ആളാണ്. ഓക്കെ, നിക്കൽ ടെട്രാ കാർബൺ എന്ന് പറയുന്ന അതൊരു മെറ്റൽ കാർബണൈലാണ്. മറ്റൊരു എക്സാമ്പിൾ മോളിബ്ഡിനം ഹെക്സാ കാർബണൈൽ. വെച്ചാൽ ഈ മോളിബ്ഡിനം എന്ന് പറയുന്ന ആളിലേക്ക് 6 കാർബണൈൽ ഗ്രൂപ്പുകൾ എന്ത് കൊടുത്തു, ഇലക്ട്രോൺസ് കൊടുത്തു. അങ്ങനെ അവരെന്ത് ചെയ്തു, അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തു. മനസ്സിലായോ, മെറ്റൽ കാർബണൈൽസ് ഫോം ചെയ്തു. ഇനി കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാർബൺ ഡയോക്സൈഡ് അതിൻ്റെ പ്രിപ്പറേഷൻ. ഫസ്റ്റ് വൺ, ഓക്സിഡേഷൻ ഓഫ് കാർബൺ. നമ്മൾ കാർബണിന് ഓക്സിഡേഷൻ നടത്തും. പിന്നെയോ ഹൈഡ്രോ കാർബൺസിനെയും നമുക്ക് ഓക്സിഡേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യാം, CO2 ഉണ്ടാക്കാം. നോക്കൂ നിങ്ങൾ, കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് കാർബൺ ആൻഡ് കാർബൺ കണ്ടെയ്നിങ് ഫ്യൂവൽസ് ഇൻ എക്സസ് ഓഫ് എയർ. അപ്പോൾ നമുക്ക് ഒന്ന് കാർബണിന് കംപ്ലീറ്റ് കമ്പഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാം, കാർബണിൻ്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടന്നാൽ എന്താ ഉണ്ടാവുകയെന്ന് ചോദിക്കാം. അപ്പോൾ എന്തായിരിക്കും, കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. കംപ്ലീറ്റ് കമ്പഷൻ നടന്നാൽ മാത്രമാണ് എന്ത് ഫോം ചെയ്യുക, CO2 ഫോം ചെയ്യുക. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ CO ആയിരിക്കും. അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെയുള്ളത് എന്തായിരുന്നു, കാർബൺ കണ്ടെയ്നിങ് ഫ്യൂവൽസ് ഇൻ എക്സസ് ഓഫ് എയർ. എക്സസ് ഓഫ് എയറിൽ കാർബൺ കണ്ടെയ്നിങ് ഫ്യൂവൽസ് ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, CO2 കിട്ടും. നോക്കൂ നിങ്ങൾ, കാർബൺ സോളിഡ് പ്ലസ് O2 ഗ്യാസ്, ഇത് എക്സസ് ഓഫ് എയറിൽ നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് CO2 കിട്ടും. ഇനി മീഥൈന്, അതൊരു ഹൈഡ്രോ കാർബൺ അല്ലേ, ഞാൻ എന്ത് ചെയ്യും, അതിനെ ബേൺ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, CO2 കിട്ടും, വാട്ടറും കിട്ടും. ഓക്കെ, ഇനിയുള്ളത് എന്താ, നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. കാർബൺ പ്ലസ് 2H2SO4, ഞാൻ അതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു. അപ്പോൾ അങ്ങനത്തെ എനിക്ക് എന്ത് കിട്ടും, CO2 പ്ലസ് 2SO2. നെക്സ്റ്റ്, ഞാൻ ഇനി H2SO4 മാറ്റിയിട്ട് HNO3 ആണ് ഞാൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അപ്പോഴും എനിക്ക് CO2 കിട്ടുന്നു, പിന്നെയോ NO കിട്ടും, അതേപോലെ H2O കിട്ടും. കാര്യം മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇത്രയും മെത്തേഡുകൾ വഴി കാർബൺ ഡയോക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി ലാബറട്ടറി മെത്തേഡ് എന്താണെന്നുള്ളതാണ്. ആക്ഷൻ ഓഫ് ഡൈല്യൂട്ട് HCl ഓൺ കാൽഷ്യം കാർബണേറ്റ്, CaCO3 അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡൈല്യൂട്ട് HClൻ്റെ ആക്ഷൻ നടത്തും, അല്ലെങ്കിൽ ഡൈല്യൂട്ട് ഇതിനെ റിയാക്ട് ചെയ്യിപ്പിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും, കാർബൺ ഡയോക്സൈഡ് കിട്ടും. ഇതാണ് നമ്മൾ ലാബിൽ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. നിങ്ങൾ നോക്കൂ, CaCO3 പ്ലസ് HCl gives CaCl2 പ്ലസ് കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് H2O പ്ലസ് CO2. കാര്യം മനസ്സിലായോ? ഓക്കെ, ഇതിൻ്റെ പ്രിപ്പറേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ലാബറട്ടറി, അതിൻ്റെ ഒരു ജസ്റ്റ് പിക്ചർ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർബിൾ ചിപ്സ്, മാർബിൾ എന്ന് പറഞ്ഞ സംഭവം എന്താടാ, കാൽഷ്യം കാർബണേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അതേപോലെ ഡൈല്യൂട്ട് HCl, പിന്നെ നമുക്ക് ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് CO2 ഗ്യാസ് വരും, ആ വരുന്ന ഗ്യാസ് ഇതിലൂടെ വന്ന് ഇവിടെ നിൽക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ കളക്ട് ചെയ്യുന്നത്, CO2 ഗ്യാസിനെ. ഓക്കെ, ഇനി നെക്സ്റ്റ്, കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഓൺ കൊമേഴ്ഷ്യൽ സ്കെയിൽ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് ലൈംസ്റ്റോൺ. കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, നല്ലപോലെ ഹീറ്റ് ചെയ്തിട്ട് അതിന് ഡീകമ്പോസിഷൻ നടത്തും. അങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും കിട്ടുക, കാൽഷ്യം ഓക്സൈഡും കിട്ടും, കാർബൺ ഡയോക്സൈഡും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലാർജ് സ്കെയിലിൽ നമ്മൾ CO2 ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യണത്. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ചിത്രം നോക്കൂ നിങ്ങൾ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മുടെ ലൈം സ്റ്റോൺ നല്ലപോലെ ചൂടാക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം ഓക്സൈഡ് കിട്ടും. അതേപോലെ തന്നെ CO2 ഗ്യാസ് പുറത്തു വരും. മനസ്സിലായോ? ഓക്കെ. ഇനി ഫെർമെൻറ്റേഷൻ ഓഫ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ്. ഫ്രക്ടോസിൻ്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ഫെർമെൻറ്റേഷൻ വഴി, ഇത് നിങ്ങൾക്ക് ബയോളജി പഠിക്കുന്ന ആളുകളാണ് എങ്കിൽ ബയോളജിയിൽ നമുക്ക് ബോട്ടണിയിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് +1. അവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇപ്പം ഞാൻ എടുക്കുന്നത് അത് ഗ്ലൂക്കോസ് ഓർ ഫ്രക്ടോസ്, രണ്ടായാലും ഫോർമുല സെയിം ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? സൈമീസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ അത് എന്തായിട്ട് മാറും? അതിന് ഫെർമെൻറ്റേഷൻ സംഭവിച്ചിട്ട് എത്തനോൾ കിട്ടും എനിക്ക്. അതേപോലെ കാർബൺ ഡയോക്സൈഡും കിട്ടും. മനസ്സിലായോ? ഇത് ഒരു മെത്തേഡാണ് ഫെർമെൻറ്റേഷൻ്റെ. കുറച്ചുകൂടെ എക്സ്പാൻഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ അക്കേഴ്സ് ഇൻ ഈസ്റ്റ്. ഈസ്റ്റിൽ സംഭവിക്കുന്ന ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ നിങ്ങൾ നോക്കുമ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ആൾക്ക് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? പൈറുവിക് ആസിഡ് കിട്ടും അല്ലേ? 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ആ കിട്ടിയിരിക്കുന്ന മോളിക്യൂൾ പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവൈറ്റ് എന്ന് വിളിക്കും. അങ്ങനെ അതെന്ത് ചെയ്യും? അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യപ്പെടും. അത് നമുക്ക് 2 അസറ്റാൽഡിഹൈഡ് കിട്ടും. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? എഥനോൾ കിട്ടും ഇവിടെ നിന്ന്. മനസ്സിലായോ? ഓക്കെ. ഇവിടെ നമുക്കിതാ 2CO2 ഇവിടെ കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ. നമ്മളിത് ഈ ഒരു CO2 റിലീസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു പാർട്ട് എടുത്തുകൂടെ പറഞ്ഞത്. ഓക്കെ. ഈ പിക്ചറും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പി ബ്ലോക്കിൻ്റെ ചാപ്റ്ററിൽ NCERT കാണാൻ കഴിയത്തില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഓക്കെ. ഇനി കാർബൺ ഡയോക്സൈഡിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ കളർലെസ് ആണ്. നമ്മളെ കാർബൺ മോണോക്സൈഡിനെ പോലെ തന്നെ ഓർഡർലെസ് ആണ്. അതും ആരെ പോലെ തന്നെയാണ്? കാർബൺ മോണോക്സൈഡിനെ പോലെ തന്നെയാണ്. 2 പേർക്കും കളറും ഇല്ല, സ്മെല്ലും ഇല്ല. എന്നാൽ നമ്മുടെ കാർബൺ മോണോക്സൈഡ് പോയ്സണസ് ആയിരുന്നു. ഇവിടെ കാർബൺ ഡയോക്സൈഡ് നോൺ പോയ്സണസ് ആണ്. അത് വിഷവാതകമൊന്നും അല്ല. ഓക്കെ. ഇനി കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലൈറ്റ്ലി ആസിഡിക് ആണ് നേച്ചർ. മറ്റേ ആൾ എന്തായിരുന്നു? നമ്മുടെ കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ ആയിട്ടുള്ള ആളാണ് അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് കാർബൺ ഡയോക്സൈഡ് സ്ലൈറ്റ്ലി സോല്യൂബിൾ ആണ് വാട്ടറിൽ. കാർബൺ മോണോക്സൈഡ് ആണെങ്കിലോ അത് ഇൻസോല്യൂബിൾ ആയിരുന്നു. ഹൗ എവർ ഇറ്റ്സ് സൊല്യൂബിലിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. പ്രഷർ കൂട്ടിക്കൊടുത്താൽ വാട്ടറിൽ CO2 ഗ്യാസിൻ്റെ എന്ത് കൂടും? സൊല്യൂബിലിറ്റി നല്ല പോലെ എന്ത് ചെയ്യും? അത് ലയിക്കും. അതാണ് പറഞ്ഞത് കേട്ടോ. ഇനിയുള്ളത് എന്താ? കാർബൺ ഡയോക്സൈഡ് ആസ് എ സിമ്പിൾ മോളിക്യൂൾ വിത്ത് മൾട്ടിപ്പിൾ ബോൺസ് ഇൻ ഇറ്റ്. ഒരു സിമ്പിൾ മോളിക്യൂൾ ആണ്. അതിനകത്ത് എന്തുണ്ട്? മൾട്ടിപ്പിൾ ബോൺസ് എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് ഉണ്ട് എന്നർത്ഥം. ദ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ CO2 മോളിക്യൂൾസ്. കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ അവർ തമ്മിലുള്ള ഓരോ CO2 മോളിക്യൂൾസും തമ്മിലിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? അത് വീക്ക് ആയിട്ടുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിൽ CO2 എന്ന് പറയുന്ന ആള് ഗ്യാസ് ആയിട്ടാണ് നിൽക്കുക. ഓക്കെ. ഇനിയുള്ളത് എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് ഫോട്ടോസിന്തസിസ് ആണ്. പ്രകാശ സംശ്ലേഷണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിൽ ഉള്ള CO2 എടുത്തിട്ട് കാർബോഹൈഡ്രേറ്റ്സ്, നമ്മൾ ഗ്ലൂക്കോസ് പോലെയുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആര്? നമ്മുടെ പ്ലാന്റ്സ്, ഗ്രീൻ പ്ലാന്റ്സ്. ഇതിന് വിളിക്കുന്ന പേരാണെന്ത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ റിയാക്ഷൻ നോക്കുവാണെങ്കിൽ 6CO2 + 12H2O gives അതായത് ഈ റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ക്ലോറോഫിൽ വെച്ച് നടക്കുന്നത് കേട്ടോ. ഗ്രീൻ പ്ലാന്റ്സിൻ്റെ ലീവ്സിലുള്ള ക്ലോറോഫിൽ വെച്ചാണ് റിയാക്ഷൻ നടക്കുന്നത് കേട്ടോ. അത് ഓർത്ത് വെക്കണം. ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഓക്കെ. നമുക്ക് എന്താ കിട്ടുക? C6H12O6. ഓക്കെ. അതാണ് നമ്മൾ ഗ്ലൂക്കോസിനായിട്ട് ഫോർമുല പറയുന്നത്, അല്ലെങ്കിൽ ഫ്രക്ടോസ് നമുക്ക് പറയാം. O2. ഇതാണ് റിയാക്ഷൻ. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അതിൻ്റെ പിക്ചർ നോക്കുവാണെങ്കിൽ ഇതിപ്പം സൺ, ആ സണ്ണിൽ നിന്ന് ലൈറ്റ് എന്ത് ചെയ്യും? ഇവിടേക്ക് വരും. അതേപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് CO2 നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. അതേപോലെ വാട്ടർ എവിടുന്നെയും റൂട്ട് വഴി മുകളിലെത്തും. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കും? അവിടുന്ന് ഈ നമ്മൾ തൊട്ട് പുറകിൽ പറഞ്ഞിരുന്ന റിയാക്ഷൻ അവിടെ സംഭവിക്കും. 6CO2 + 12H2O gives C6H12O6 എന്ന രൂപത്തിൽ നമുക്ക് പ്രൊഡക്ട്സ് അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യപ്പെടും. കാർബോഹൈഡ്രേറ്റ്സ് such as ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എറ്റ്സെട്ര. ഓക്കെ. മനസ്സിലായല്ലോ അല്ലേ? ഇനി ആക്ഷൻ ഓഫ് വാട്ടർ ആണ്. The slow solubility of CO2 in water makes it of immense importance. എന്ന് വെച്ചാൽ നമ്മുടെ CO2 ലോ സൊല്യൂബിലിറ്റി ചിലത് പ്രഷർ കൂട്ടുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക?
സൊലബിലിറ്റി കൂടുക. നോർമലി അതെന്താണ്, ലോ സൊലബിലിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വളരെ ഇമ്പോർട്ടൻസും ഉണ്ട്. വിത്ത് വാട്ടർ CO2 ഫോംസ് കാർബോണിക് ആസിഡ്. വാട്ടറുമായിട്ട് കൂടിച്ചേരുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് എന്താ ഫോം ചെയ്യപ്പെടുക, അത് കാർബോണിക് ആസിഡ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സോഡ വാട്ടർ എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ H2O പ്ലസ് CO2 നമുക്ക് എന്താ തരിക, H2CO3. അതിനെ വിളിക്കുന്ന പേരാണ് കാർബോണിക് ആസിഡ്. മനസ്സിലായോ? ഇനി നിങ്ങൾ നോക്കുക, ഞാൻ ഈ കാർബോണിക് ആസിഡ് ഇവിടെ കാണിച്ചു, OH സി ഡബിൾ ബോണ്ട് O. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. മനസ്സിലായോ കാർബോണിക് ആസിഡിൻ്റെ? അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും വാട്ടർ ഇടുന്നതിന് എന്ത് സംഭവിക്കും, ഇവിടെ നിന്ന് ഈ ഒരു Hനെ അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ്രജനെ ആര് സ്വീകരിക്കും, ഇയാളെ സ്വീകരിക്കും. മനസ്സിലായോ? അപ്പോൾ HCO3 മൈനസ് എന്നും അതേപോലെ H3O പ്ലസ് എന്നും ആയിട്ട് മാറും. മനസ്സിലായോ? ഇവിടെയുള്ള ഈ ഓക്സിജൻ എന്ത് ചെയ്യും, ഈ ഒരു ഹൈഡ്രജൻ കൂടി ഞങ്ങൾ എടുക്കുക ചെയ്യുക. മനസ്സിലായോ? വാട്ടറിലുള്ള. അപ്പോൾ നമുക്ക് HCO3 മൈനസും H3O പ്ലസും കിട്ടും. H3O പ്ലസ് എന്താ വിളിക്കുന്നത്, നമ്മൾ ഹൈഡ്രോണിയം അയോൺ എന്ന് വിളിക്കും. അതേപോലെ ഇതിനെ നമ്മളിപ്പോൾ നേരത്തെ വിളിച്ച പേര് എന്തായിരുന്നു, കാർബോണിക് ആസിഡ് എന്നായിരുന്നു, H2CO3. പക്ഷേ ഇപ്പോൾ ഇയാളങ്ങനെ വിളിക്കാൻ പറ്റുമോ, ഇല്ല, കാരണം ഇവിടെ നിന്ന് H പ്ലസ് പോയിട്ടുണ്ട്. അപ്പോൾ വിളിക്കുന്ന പേരെന്തായിരിക്കും, ബൈകാർബണേറ്റ് അയോൺ എന്ന് വിളിക്കുക. HCO3 മൈനസ് ആണെങ്കിൽ ബൈകാർബണേറ്റ് അയോൺ, H2CO3 ആണെങ്കിൽ കാർബോണിക് ആസിഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന് വിളിക്കുന്ന പേരാണ് പ്രൈമറി അയോണൈസേഷൻ ഓഫ് കാർബോണിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് പ്രൈമറി അയോണൈസേഷൻ ഓഫ് കാർബോണിക് ആസിഡ്? ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഇപ്പോൾ ഇവിടെ HCO3 മൈനസ് ആയ സമയത്ത് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഇനി ഈ ഒരു ഹൈഡ്രജനും H പ്ലസ് ആയിട്ട് റിലീസ് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും വാട്ടർ വരുന്നു, ഈ ഒരു ഹൈഡ്രജൻ H പ്ലസ് ആയിട്ട് ഇവിടെ നിന്ന് എടുക്കുന്നു. അപ്പോൾ സമയത്ത് എന്ത് ചെയ്യും, CO3 2 മൈനസ് ഫോം ചെയ്യും, CO3 2 മൈനസ്. മനസ്സിലായോ? ആ CO3 2 മൈനസ് വിളിക്കുന്ന പേരെന്തായിരിക്കും, അതിനെ വിളിക്കുന്ന പേരാണ് കാർബണേറ്റ് അയോൺ. ഇതിൻ്റെ പേര് ബൈകാർബണേറ്റ് അയോൺ, ഇവിടെ തന്നെയുള്ള ആളാണ്. ഓക്കെ, വീണ്ടും ഇവിടുന്ന് H പ്ലസ് പോയപ്പം അതെന്തായിട്ട് മാറി, കാർബണേറ്റ് അയോൺ ആയിട്ട് മാറി. ഓക്കെ, കാർബോണിക് ആസിഡ്, ബൈകാർബണേറ്റ് അയോൺ, കാർബണേറ്റ് അയോൺ പഠിച്ചു വെക്കണം. ഇത് പിന്നെ ഹൈഡ്രോണിയം അയോൺ തന്നെ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി അയോണൈസേഷൻ ഓഫ് കാർബോണിക് ആസിഡ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഇനി കാർബോണിക് ആസിഡ് ബഫർ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു കാർബോണിക് ആസിഡ് ബൈകാർബണേറ്റ് ബഫർ, ഇത് കാർബോണിക് ആസിഡ്, ഇത് ബൈകാർബണേറ്റ് അയോൺ. അപ്പോൾ ഈ രണ്ട് പേരുടെയും ബഫർ സിസ്റ്റം എന്തിനു സഹായിക്കും, മെയിൻറ്റെയിൻ ദ pH ഓഫ് ദ ബ്ലഡ് അപ്രോക്സിമേറ്റ്ലി 7.2 to 7.4. ഈ ഒരു റേഞ്ചിൽ നമ്മുടെ ബ്ലഡിൻ്റെ pH നിലനിർത്താൻ സഹായിക്കുന്ന ബഫർ സിസ്റ്റം ഏതാണ്, കാർബോണിക് ആസിഡ് ബൈകാർബണേറ്റ് അയോൺ ബഫർ സിസ്റ്റം. മനസ്സിലാക്കണം, അത് പഠിച്ചു വെക്കണം. ഓക്കെ, അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി സ്ട്രക്ചർ ഓഫ് CO2, കാർബൺ ഡയോക്സൈഡിൻ്റെ സ്ട്രക്ചർ C ഡബിൾ ബോണ്ട് O ഡബിൾ ബോണ്ട് O, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. കാർബൺ അണ്ടർഗോസ് sp ഹൈബ്രിഡൈസേഷൻ. നമുക്കറിയാം കാർബൺ, ഞാൻ നമ്മുടെ ഓർഗാനിക്കിൻ്റെ പാർട്ടിൽ പറഞ്ഞിരുന്നു, ഒരു കാർബൺ അതിൻ്റെ ചുറ്റും രണ്ട് ഭാഗത്തേക്കും ഡബിൾ ബോണ്ട് ആണ് എങ്കിൽ ദാറ്റ് കാർബൺ sp ആയിരിക്കും. ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ളൊരു മെത്തേഡാണത്. ഓക്കെ, ഇനി കാർബൺ ഫോംസ് 2 സിഗ്മ ബോണ്ട്സ് ആൻഡ് 2 പൈ ബോണ്ട്സ് വിത്ത് 2 ഓക്സിജൻ ആറ്റംസ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ഒരു പൈ ബോണ്ട്, ഇവിടെയും ഒരു സിഗ്മ ബോണ്ട്, ഒരു പൈ ബോണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് പൈ ബോണ്ടും രണ്ട് സിഗ്മ ബോണ്ടും നമ്മുടെ ഓക്സിജനുകളുമായിട്ട് കാർബൺ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ CO2 മോളിക്യൂൾ ലീനിയർ ഷേപ്പ് അല്ലേ, അങ്ങനെ ലീനിയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്, രണ്ട് ഭാഗത്തേക്കും ഒരേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് 0 ആയിരിക്കും, തമ്മിൽ ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇനി റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് CO2ൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ് നമുക്കിനി നോക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇതിപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഇവിടെ കണ്ട CO2 മോളിക്യൂളാണ് ഇങ്ങനെ. ഇനി റെസൊണൻസ് നടക്കുന്ന സമയത്ത് ഈ ഒരു രൂപത്തിൽ നമുക്ക് ഒരു സ്ട്രക്ചർ കിട്ടാം, അതേപോലെ മറ്റൊന്ന് ഇങ്ങനെയും കിട്ടാം. ഓക്കെ, അപ്പം ഇത് രണ്ടാണ് എങ്കിലും ഇൻ ഓൾ ദീസ് സ്ട്രക്ചേഴ്സ് ഏതാണെങ്കിലും കാർബണിനും ഓക്സിജനും രണ്ടു പേർക്കും ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ റെസൊണൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ CO ബോണ്ട് ലെങ്ത് ഇല്ലേ, CO ബോണ്ട് ലെങ്ത് അത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. രണ്ട് CO ബോണ്ട് ലെങ്ത്തും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും രണ്ടും എന്ത് തന്നെയാണ്, സെയിം ആണ്. അത് എത്രയാ, 115 പൈക്കോമീറ്റർ ആണ്. ഓക്കെ, മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. ഇനി കാർബൺ ഡയോക്സൈഡിൻ്റെ യൂസുകൾ, സോളിഡ് CO2 അതിനെ വിളിക്കുന്ന പേരെന്താണ്, ഡ്രൈ ഐസ്. അത് പഠിച്ചു വെക്കണം. ഓക്കെ, സോളിഡ് CO2 ഇസ് കോൾഡ് ഡ്രൈ ഐസ്.
is used as a refrigerant for ice cream and frozen food. അപ്പോൾ നമുക്ക് ഐസ്ക്രീംസ് ഫ്രോസൺ ഫുഡ്സ് ഒക്കെ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല തണുപ്പിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം? സോളിഡ് CO2 യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ അതിനുള്ള മെത്തേഡാണ് ഇതൊക്കെ കേട്ടോ. Okay, next, CO2 is also used in the manufacture of sodium carbonate bisulfite process. നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം പറഞ്ഞ സമയത്ത് അവിടെ പറഞ്ഞ ഒന്നാമത്തെ കോമ്പൗണ്ട് ആയിരുന്നു അല്ലേ സോഡിയം കാർബണേറ്റ്. അതിൽ നമ്മൾ സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്? സോൾവേ പ്രോസസ്സാണ്. അവിടെ നമുക്ക് ആര് വേണം? CO2 വേണം. നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ സ്റ്റെപ്പിലും രണ്ടാമത്തെ സ്റ്റെപ്പിലും നമുക്ക് CO2 വേണം അല്ലേ? ഓക്കെ, അത് സോഡിയം കാർബണേറ്റ് പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി 95% ഓക്സിജനെയും അതേപോലെ തന്നെ 5% CO2വിനെയും വിളിക്കുന്ന പേരെന്താ? കാർബോജൻ എന്ന് വിളിക്കും. ഈ ഒരു കാർബോജൻ എന്ന് പറയുന്ന ആളെ നമ്മൾ എന്തിനായി യൂസ് ചെയ്യാം? ഈ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് സംഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക? കാർബോജനാണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? അത് പഠിച്ചു വെക്കണം കേട്ടോ. 95% O2 അതേപോലെ 5% CO2. അത് എൻട്രൻസ് ബേസ്ഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി യൂസ്ഡ് ഇൻ മേക്കിംഗ് എയറേറ്റഡ് വാട്ടർ ആൻഡ് ഓൾസോ ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്. ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ടും അതേപോലെ എയറേറ്റഡ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ CO2വിനെ യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായല്ലോ. ഇനി ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് യൂറിയൻ്റെ മാനുഫാക്ചറിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, റിയാക്ഷൻ അമോണിയ പ്ലസ് CO2. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 200 ATM ആൻഡ് 200 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് അമോണിയം കാർബമൈറ്റ് എന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. ഇതിൻ്റെ പേരെന്താണ്? അമോണിയം കാർബമൈറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യൂറിയ കിട്ടും. മനസ്സിലായോ? ഇതാണ് അമോണിയം കാർബമൈറ്റ്. ഇവിടുന്ന് വാട്ടർ റിമൂവ് ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? യൂറിയ കിട്ടും. NH2CO NH2. ഇതാണ് യൂറിയൻ്റെ സ്ട്രക്ചർ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇത്രയും പാർട്ടുകളാണ് ഇവിടെ പറയാനുള്ളത്. നെക്സ്റ്റ് പാർട്ടിൽ 10ാമത്തെ പാർട്ട് കൂടെ നമ്മൾ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അവിടെ നമുക്ക് സിലിക്കണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് പറയാനുണ്ടായിരിക്കുക. ഓക്കെ, താങ്ക് യു.